സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഈ സ്പോണ്ടിലോസിസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്കറിയോ, ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് നമ്മൾ ഒത്തിരി കേൾക്കുന്നൊരു വേർഡാണ്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഏരിയക്കാണ് നമ്മൾ സെർവിക്കൽ എന്ന് പറയുന്നത്. കഴുത്തിൻ്റെ അതിൻ്റെ നട്ടലിന് ഉണ്ടാകുന്ന തേയ്മാനം, അതിനാണ് നമ്മൾ സാധാരണ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. ഈ തേയ്മാനം പല കാരണം കൊണ്ടും ഉണ്ടാവാം. ഈ തേയ്മാനം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മറ്റെല്ലാ എല്ല് തേയ്മാനം പോലെ തന്നെ പ്രായമുള്ളവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് എന്തെല്ലാം കാരണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നോക്കാം. എല്ലാ സെർവിക്കൽ സ്പോണ്ടിലോസിസും വേദന ഉണ്ടാക്കണമെന്നില്ല. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായി? ഒന്ന്, നമ്മുടെ കഴുത്തിന് വരുന്ന നട്ടലിൻ്റെ തേയ്മാനം കാരണം അവിടെയുള്ള എല്ലുകൾ ബലക്ഷയം ആയിട്ട് കഴുത്തിൻ്റെ കയ്യിലോട്ട് വരുന്ന ഞരമ്പിലോട്ടെല്ലാം കടച്ചിൽ വരിക. ഇതിനാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവിടുത്തെ ഡിസ്ക് തള്ളിയിട്ട് അത് കഴുത്തിൻ്റെ കൈവിരലിലോട്ടുള്ള ഞരമ്പിലോട്ടിലും ഷോൾഡറിലോട്ടുള്ള ഞരമ്പിലോട്ടെല്ലാം കടച്ചിൽ വരും. അങ്ങനെയും സെർവിക്കൽ റാഡിക്കുലോപ്പതി. മൂന്നാമത്തത്, ഇവിടെ എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ വന്നിട്ട് രണ്ട് എല്ലുകൾ തമ്മിൽ ഒരു കോംപ്ലക്സ്, ബോൺ ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് ഉണ്ടായിട്ട് അത് ഡിസ്കിലോട്ടോ ഞരമ്പിലോട്ടോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോട്ടോ തള്ളുക. അതേപോലെ ഡിസ്ക് വളരെ തള്ളിയിട്ട് സ്പൈനൽ കോഡുമായി തട്ടിയിട്ട് മൈലോപ്പതി, അങ്ങനത്തെ സംഭവങ്ങൾക്കെല്ലാം വീക്ക്നെസ്, കടച്ചിൽ വരാം. ഇത്രയുള്ള മൊത്തത്തിലുള്ള ടൈമാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്കൊരു കഴുത്ത് വേദന വരുന്നു, അത് നമ്മൾ ഫസ്റ്റ് ഡോക്ടർ പെയിൻ ഫിസിഷ്യൻസ് അതിനെ അസസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വേദന വരുന്നത് പേഷ്യൻറ്റിൻ്റെ ഏജ് നോക്കും, എത്ര വയസ്സ് നോക്കും. ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു 20 അല്ലെങ്കിൽ 30 മുതൽ ഒരു 50 വയസ്സുള്ളവരാണെങ്കിൽ അതിന് കൂടുതൽ കാരണം ഡിസ്ക്, നമ്മളെ കാലിൽ ഷിയാറ്റിക്ക വരുന്നതല്ല, കഴുത്തിലെ ഹെർണിയേറ്റഡ് ഡിസ്ക് കൊണ്ട് വരുന്നതായിരിക്കും. അത് സാധാരണ രീതിയിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മെഡിസിൻ എല്ലാം കഴിച്ച് കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്ത് സ്ട്രെയിൻ എല്ലാം എടുത്താൽ അത് സെറ്റിൽ ആവാറുണ്ട്. അങ്ങനെ സെറ്റിൽ ആവാത്തവർക്ക് നമ്മൾ നല്ല കംപ്രഷനുണ്ട്, നല്ല വീക്ക്നെസ് ഉണ്ട്, കയ്യിലോട്ട് തരിപ്പുണ്ട്, ബലക്കുറവുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മൈലോ എന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് എന്നാണ്. അപ്പോൾ ഈ സ്പൈനൽ കോഡിന്മേ കംപ്രഷൻ വെച്ചിട്ട് അതിന്മേ ഡിസ്ക് അല്ലെങ്കിൽ ബോൺ തട്ടിയിട്ട് അതിന് കംപ്രഷൻ വെച്ചിട്ട് അതിൻ്റെ സ്പൈനൽ കോഡിൻ്റെ അപ്പർ ലെയർ പുറത്തുള്ള പാടകൾക്കൊക്കെ ഡാമേജ് വരുമ്പോഴാണ് മൈലോപ്പതി ഉണ്ടാകുന്നത്, സെർവിക്കൽ മൈലോപ്പതി. അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് സാധാരണ എന്താണ് ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, അവർക്ക് കാലിലോട്ടുള്ള പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന വേദന, ബോഡി മൊത്തം പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന വേദന, നിൽക്കാൻ ബാലൻസ് കിട്ടാതിരിക്കുക, അങ്ങനെ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ മൊത്തത്തിലുള്ള ബോഡിയിലുള്ള വീക്ക്നെസ് ഉണ്ട്. അതിന് മൈലോപ്പതി. അത് എന്തായാലും സർജറി തന്നെ ചെയ്യണം. സർജറി ചെയ്താലേ അത് റെഡി ആവത്തുള്ളൂ. എന്താണ് അവിടെ കംപ്രഷൻ ഉണ്ടാകുന്നത്, അത് ന്യൂറോ സർജൻ അല്ലെങ്കിൽ സ്പൈൻ സർജന്മാർ സർജറി ചെയ്ത് റെഡിയാക്കണം. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ, ഹെർണിയേറ്റഡ് ഡിസ്ക് നല്ല തള്ളീച്ചുകൊണ്ട് സർജറി ചെയ്യണം. പക്ഷെ ചെറിയ തള്ളീച്ചുള്ള കയ്യിലോട്ട് കടച്ചിലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മളെ ബോഡിയിലുള്ള മറ്റുള്ള അസുഖങ്ങളെല്ലാം പോലെ തന്നെ നമ്മളെ നട്ടിലും അത് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ നോക്കും. അവിടെയുള്ള ഡിസ്ക് റിപ്പയർ ചെയ്യാൻ നോക്കും. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കണം, ഫിസിയോതെറാപ്പി കഴിക്കണം. എന്നിട്ട് റെഡി ആയിട്ടില്ല നമുക്ക് സെർവിക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. സെർവിക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഒന്നുമല്ല, നമ്മൾ കഴുത്തിൻ്റെ അവിടെയുള്ള ഡിസ്കിൻ്റെ അവിടെ നീര് വലയാൻ, അവിടെയുള്ള നീർക്കെട്ട് കുറക്കാനും വേണ്ടി എക്സ്റേ മെഷീൻ വെച്ചിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കണം. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പെയിൻ ഫിഷ്യൻസ്, അനസ്തറ്റിസ്റ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള പെയിൻ ഫിഷ്യൻസ്, അല്ലെങ്കിൽ സ്പൈൻ ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസ്, ന്യൂറോ സർജൻസ് മാത്രമേ അത് ചെയ്താലേ അത് സേഫ് ആയിട്ടുള്ളൂ. കാരണം ഡേഞ്ചറസ് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെർവിക്കൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. ഇതാണ് സെർവിക്കൽ റാഡിക്കുലോപ്പതിക്കുള്ളത്. മറ്റുള്ള വേദനകൾ എന്താണെന്ന് നോക്കാം. സെർവിക്കൽ ഫാസറ്റ് പെയിൻ, രണ്ട് നട്ടലിൻ്റെ അടിയിലുള്ള ജോയിൻ്റ് ഉണ്ടാവും. നമ്മൾ ബാക്കിലുള്ള വേദന പോലെ തന്നെ കഴുത്തിൻ്റെ അടിയിലും സെർവിക്കൽ ഫാസറ്റ് പെയിൻ ഉണ്ടാവും. ആ വേദന സാധാരണ രീതിയിൽ കടച്ചിലായിട്ട് കഴുത്തിൻ്റെ സൈഡിലോട്ടും, എന്നാൽ C2 C3 നമ്മളെ ഫസ്റ്റ് 2-3 നട്ടലിൻ്റെ സ്പൈനിൻ്റെ വേദനയാണെങ്കിൽ സാധാരണ തലവേദന ആയിട്ട് വരാറുണ്ട്. അതിങ്ങനെ കഴുത്തിൻ്റെ ബാക്കിൽ നിന്ന് എപ്പോഴും ഈ സൈഡിലൂടെ ചെവിയുടെ മേലോട്ടും ചെവിയുടെ സൈഡിലോട്ടും ഇങ്ങനെ കണ്ണ് വരെ
കടച്ചിൽ വേദന ആയിട്ട് വരും. അതിനാണ് നമ്മൾ സെർവിക്കോജനിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഹെഡേക്ക് വെച്ചാൽ തലയിൽ വരുന്ന, കഴുത്തുനിന്ന് തുടങ്ങിയിട്ട് തലയിലോട്ട് വരുന്ന ഹെഡേക്ക്, അതിനാണ് സെർവിക്കോജനിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇതും ഒരു സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഭാഗമായിട്ട് ഫേസറ്റ് ജോയിൻ്റ് ആർത്രോപ്പതി ഇൻ സെർവിക്കൽ സ്പൈനിൽ പ്രത്യേകിച്ചും വരാറുണ്ട്. അതേപോലെ തന്നെ അതിലൂടെ പോകുന്ന കുറച്ച് നരമ്പുകളുണ്ട്. ലെസർ ഓസിപിറ്റൽ, ഗ്രേറ്റർ ഓസിപിറ്റൽ നെർവ് എന്നൊക്കെ പറയും. ഈ നരമ്പുകൾക്കും എന്തെങ്കിലും ഡാമേജ്, കംപ്രഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കും ഗ്രേറ്റർ ഓസിപിറ്റൽ ന്യൂറാലജി, നമ്മുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ കടച്ചിൽ, ചിലവർ പറയും അത് മൈഗ്രെയിനാന്നൊക്കെ പറയും. യൂഷ്വലി മൈഗ്രെയിൻ അല്ല, അത് മൈഗ്രെയിൻ പോലെ മൊത്തത്തിൽ വേദന ഉണ്ടാകത്തില്ല. ഇതിനൊരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഒന്നും ഉണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടച്ചിലുണ്ടാവും. അതും യൂഷ്വലി ഒരു സൈഡിൽ മാത്രം ഉണ്ടാവുക. തലയുടെ ബാക്കിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ചെവിയുടെ മേലെയും കണ്ണ് വരെയും വരും. ഇങ്ങോട്ട് ക്രോസ് ചെയ്യില്ല, ഒരു സൈഡിലാണ് കൂടുതലുണ്ടാവുക. അത് നമുക്ക് ഒത്തിരി ഇവിടെ സെർവിക്കൽ ഫാസറ്റ് ഇഞ്ചെക്ഷൻസ് കൊടുക്കാം. ഇതെല്ലാം ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മെഡിസിൻ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് സെർവിക്കൽ ഫാസറ്റ് ഇഞ്ചെക്ഷൻ കൊടുക്കാം. സെർവിക്കൽ ഫാസറ്റ് നമ്മൾ PRP കൊടുക്കാറുണ്ട്. സെർവിക്കൽ ഫാസറ്റ് ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്യാറുണ്ട്. ട്രിഗർ റിലീസ് ചെയ്യാറുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമ്മളവിടെ ഡ്രൈ നീഡ്ലിംഗ് ചെയ്യാറുണ്ട്. അതേപോലെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഇവിടെയുള്ള മസിൽ ടൈറ്റ് ആകുമ്പോൾ അതിലൂടെ പോകുന്ന നെർവ്സ് ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത്. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അവിടെ ഗ്രേറ്റർ ഓസിപിറ്റൽ നെർവ് ബ്ലോക്ക് കൊടുക്കാറുണ്ട്. ഗ്രേറ്റർ ഓസിപിറ്റൽ, തേർഡ് ഓസിപിറ്റൽ നെർവ് പൾസ്ഡ് RFA കൊടുക്കാറുണ്ട്. നമ്മൾ ഇത്രയും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് പറയാൻ തന്നെ കാരണം വേദന, പ്രത്യേകിച്ചും ഈ കഴുത്ത്, സെർവിക്കൽ ഡിസ്ക്, അല്ലെങ്കിൽ തലയും കഴുത്ത്, ഷോൾഡർ, ഈ മൂന്നേരിയയുള്ള വേദന എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആളുകൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട്, ഒത്തിരി ജോലി സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ വരുന്നതാണ്. ഇതിന് പെയിൻ സിൻഡ്രോം ആണ്. പണ്ടത്തെ പോലെ വേദന എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കേൻ്റെ പുതിയ ക്ലാസിഫിക്കേഷനെ പറയുന്നത് നമ്മൾ BP, പൾസ്, ടെമ്പറേച്ചർ, വൈറ്റൽ സൈൻ പോലെ എന്നുള്ളൊരു പുതിയൊരു സംഭവം തന്നെയാണ്. ഒരു വൈറ്റൽ സൈൻ തന്നെയാണ് വേദന എന്ന് പറയുന്നത്. കാരണം അത്രയും സിൻഡ്രോം ആണ്. അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയില്ല അതിൻ്റെ എവിടുന്ന് എക്സാക്റ്റ് ജനറേറ്ററിന് പെട്ടെന്ന് കണ്ടോണ്ട് നമ്മൾ MRI എടുത്താലേ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ നട്ടലിൻ്റെ കാര്യത്തിൽ അത് പെട്ടെന്ന് ചികിത്സ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. MRI എടുത്തിട്ട് ചിലപ്പോൾ പെയിൻ ജനറേറ്റർ കണ്ടുപിടിച്ചിട്ട് ആ ജനറേറ്റർ മാത്രം ആ പെയിൻ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആയിരിക്കുന്നില്ല അല്ലേ വേദന, അതിൻ്റെ ചുറ്റുമുള്ള മസിൽ, നെർവ്സ്, ഇതെല്ലാം ഇതാണ്. പക്ഷെ ഇതെല്ലാം സ്കാനിങ്ങിൽ കണ്ടോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ പോയിൻ്റായിട്ട്, ഇപ്പോൾ നമ്മൾ കയ്യിലോട്ടുള്ള ഞരമ്പിലോട്ടുള്ള വേദനയാണെങ്കിൽ നമ്മൾ സെർവിക്കൽ എപ്പിഡ്യൂറൽ ട്രൈ ചെയ്യും. അതോടുകൂടി തന്നെ മസിൽ വേദനയാണ്, ട്രിഗർ പോയിൻ്റ് ആണെങ്കിൽ കാരണം ഇവിടുന്ന് വലിയ മസിലുകളാണ്. നമ്മളെ തലയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അഡൾട്ടിൻ്റെ വെയിറ്റ് 4.5 മുതൽ 5.5 കിലോ വരെ ഒരു നേരെ ഇരിക്കുമ്പോഴുള്ള വെയിറ്റാണ്. മുന്നോട്ട് ആയുമ്പോൾ നമ്മളെ കഴുത്തിൽ സെർവിക്കൽ ഡിസ്കിലോട്ട് ഏകദേശം 12 കിലോ വെയിറ്റ്. നിങ്ങളൊരു 12 കിലോ വെയിറ്റ് നമ്മളെ കയ്യിൽ പിടിച്ച് നോക്കുക. അത്രയും വെയിറ്റ് നമ്മളെ ഡിസ്ക് നമ്മളെ കഴുത്ത് താങ്ങുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോൾ. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഡിസ്ക് നമ്മൾ ഓരോ പോസ്റ്റിലും തല വെക്കുമ്പോഴും ഓരോ ഡിസ്കിലോട്ട് അത്രയും പ്രഷറാണ് വരുന്നത്. നമ്മൾ നേരെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനത്തിന് ഒരു ബോൾ, ഒരു സാധനം വെച്ചാൽ അത് നല്ല ഹോൾഡ് ചെയ്യും. നേരെ മറിച്ച് ചെരിക്കും തോറും അത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അതാണ് നമ്മുടെ നട്ടലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേദന, കഴുത്തിൻ്റെ വേദന പ്രത്യേകിച്ചും പെട്ടെന്ന് മാറുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമല്ല. അതിന് നമുക്ക് വേദന കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. പല മൊഡാലിറ്റീസ് ഒന്നുകൂടെ പറയാം. സെർവിക്കൽ റാഡിക്കുലോപ്പതി, കയ്യിലോട്ടുള്ള വേദന ആണെങ്കിൽ നമുക്ക് സെർവിക്കൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കാം. തലയിലോട്ടെല്ലാം റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഓസിപിറ്റൽ നെർവ് അല്ലെങ്കിൽ സെർവിക്കൽ ഫാസറ്റ് ഇഞ്ചക്ഷൻ, PRP, പൾസ്ഡ് റേഡിയോ ഫ്രീക്വൻസി എല്ലാം കൊടുക്കാം. അതേപോലെ ഈ വേദന നമ്മുടെ ഷോൾഡറിലോട്ട് വരുന്നുണ്ട്, ഈ 2 ഷോൾഡറിൻ്റെ അടിയുള്ള ഏരിയയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ട്രിഗർ പോയിൻറ്റ്സ്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മളെ നട്ടെല്ലുമിൽ ഒരുപാട് മസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരു സാധനം, ഒരു വടി നമ്മളൊരു മണ്ണിൽ കുത്തി വെക്കുന്ന പോലെയാണ് നമ്മൾ നട്ടിൽ വെക്കുന്നത്. അത് നേരെ നിൽക്കത്തില്ല. നമ്മൾ സാധനം നേരെ വെച്ചാൽ അത് താഴെ വീഴും. അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡി ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കെട്ടിയിടും. നമ്മൾ സൈഡിലെല്ലാം കയർ വലിച്ച് കുറ്റിയിടുന്ന പോലെ തന്നെ നമ്മൾ കുറ്റിയിടുന്ന സാധനമാണ് നമ്മളെ ഈ ഷോൾഡറും അതിനോടുള്ള മസിലുകളെല്ലാം വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മസിലുണ്ട്. പാരാസ്പൈനൽ മസിൽസ്, ട്രപ്പീസിയസ് മസിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ വലിയ മസിലുണ്ട്. ഇതാണ് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ തലേനെയും നമ്മൾ നെക്കിനെല്ലാം നമ്മളെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യണം. അതിൽ ഡാമേജ്, അതിൽ സ്ട്രെയിൻ ഏതായാലും അതിൽ ട്രിഗർ പോയിൻറ്റ്സ് വന്നാലും ഈ വേദന വരാം. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. ആദ്യം കഴുത്തിൻ്റെ റാഡിക്കുലാർ പെയിൻ റിലീസ് ചെയ്യണം, മസിൽ പെയിൻ റിലീസ് ചെയ്യണം, ഓരോ പോയിൻ്റായിട്ട് റിലീസ് ചെയ്യണം. ഒറ്റയടിക്ക് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഈസി അല്ല.
എവിടെ നിന്നാണ് വേദന എന്ന് നോക്കും. സാധാരണഗതിയിൽ ആളുകൾ പ്രത്യേകിച്ചും കുറച്ച് പ്രായമുള്ളവർക്കെല്ലാം അതിന് ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. 2 എല്ലുകൾ തേയ്മാനം വന്നിട്ട് അത് എല്ലൊന്ന് പുറത്തോട്ട് തള്ളിയിട്ട് അത് ഒരു വേറെ ജോയിൻ്റായിട്ട് ഫ്യൂഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അധികം ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മൾ ഇരിക്കുന്ന രീതി, നമ്മൾ മൊബൈൽ നോക്കുന്ന രീതി, ഇതൊക്കെ മാറ്റിയെടുത്ത് എക്സസൈസ് എല്ലാം എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള മസിലിനൊക്കെ സ്ട്രെങ്ത്തും കൊടുക്കുക. അത് കുറേ സ്പ്രെയിൻ കൊണ്ട് വന്നത് കാരണം തന്നെ ഒത്തിരി കടച്ചിലുണ്ടാവും, അതെല്ലാം ഒന്ന് ലൂസ് ചെയ്യിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു സംഭവമാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ്. നിങ്ങൾ കഴുത്ത് വേദന ആയിട്ട് പോയി ഡോക്ടറെ അടുത്ത് പോയി, ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ ഫിഷ്യൻ്റെ അടുത്ത് പോയി മെഡിസിൻ തരുന്നു, നിങ്ങൾക്ക് ന്യൂറോപ്പതിക് മെഡിസിൻ തരുന്നു, നിങ്ങൾ എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുത്തിട്ട് അവർ പറയും നമ്മളെ ഡിസ്കിന് അല്ലെങ്കിൽ കഴുത്തിന് എല്ലിന് തേയ്മാനാണ്, സ്പോണ്ടിലോസിസ് എന്ന് പറയും. പക്ഷേ എന്നിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊന്നും മാറുന്നില്ല. സാധാരണ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരു മാസം 1.5 മാസം വെയിറ്റ് ചെയ്യണം. നല്ല വേദന ഉണ്ട്, ബലക്കമ്മിയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് MRI എടുക്കണം. അല്ലെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എക്സസൈസ് എല്ലാം എടുത്ത് സാധാരണ സെറ്റിലായതുകൊണ്ട്, എന്നാലും കുറച്ച് പേർക്ക് അത് വീണ്ടും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ MRI എടുത്തിട്ട് എവിടെയാണ് പ്രശ്നം അങ്ങോട്ട് നേരിട്ട് മരുന്ന് കൊടുക്കാം, PRP കൊടുക്കാം, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാം, ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്യാം. പിന്നെ ഓരോ പോയിൻ്റായിട്ട് നമ്മൾ അവിടെയുള്ള നീർക്കെട്ട്, അവിടെയുള്ള ട്രിഗർ പോയിൻ്റിൽ റിലീസാക്കിയിട്ട് സപ്പോർട്ടീവായിട്ട് നമ്മളവിടെ നിന്ന് റെഡിയാക്കി എടുക്കാനേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്ന സംഭവങ്ങളല്ല ഈ പ്രത്യേകിച്ചും സെർവിക്കൽ ഏരിയയിലുള്ള സ്പൈൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇതാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളെല്ലാം ഞാൻ പറയാം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് എന്ന് വെച്ചാൽ മിക്ക ആളുകളും ഇപ്പോൾ കാണുന്ന ടെക്ക് നെക്ക് എന്നൊക്കെ പറയും. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരിക്കുന്നു, ഡെസ്ക്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു, മൊബൈലിൽ നോക്കുന്നു, എപ്പോഴും ഒരേ പൊസിഷൻ, ഇതെല്ലാം കൂടുതലായിട്ട് സ്ട്രെയിൻ ഉണ്ടാകും. മിക്ക വേദനകളും മസ്കുലാറാണ്, വേദന മസിൽ മന്ന് വരുന്നതാണ്. അത് കഴിഞ്ഞാൽ എല്ല്, ഡിസ്ക്, അപ്പോൾ ഡിസ്കിൻ്റെ അടിയിലുള്ള ഇഷ്യൂ, തലവേദനകൾ എല്ലാം റിലേറ്റഡാണ്. ഇതെല്ലാം എവിടുന്നാണ് വേദന വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അതെല്ലാം ഐസൊലേറ്റ് ചെയ്ത് ജനറേറ്റർ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് ചികിത്സ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറേ കാലം അങ്ങനെ മെഡിസിൻ കഴിക്കും, വീണ്ടും വീണ്ടും വേദന വരും. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് കാരണം ഉണ്ടല്ലോ, നമ്മളെ വേദന ഉണ്ടാക്കുന്ന ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, അതിനെ റിലീസാക്കുന്നു, അതിനെ ഫ്രീ ആക്കുന്നു, അവിടെ മെഡിസിൻ കൊടുത്ത് സെറ്റിലാക്കുന്നു. സ്കാനിങ് വഴി അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ വഴി നേരിട്ട് മരുന്ന് കൊടുക്കും മാത്രമേ അത് റെഡി ആവത്തുള്ളൂ. അതിനാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിനിൽ നമ്മൾ സെർവിക്കൽ സ്പൈൻ റിലേറ്റഡ് മിനിമലി ഇൻവേസീവ് സ്പൈൻ പ്രൊസീജിയർ MIPSI എന്ന് പറയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അസുഖം മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മളെ ബുദ്ധിമുട്ട് കുറച്ച്, വേദന കുറച്ച്, ഇങ്ങനെയെല്ലാം ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ തെറാപ്പി എല്ലാം ചെയ്തിട്ട് സപ്പോർട്ടീവായിട്ട് ചെയ്താൽ നമുക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടാവും. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ, സ്പോണ്ടിലോസിസിന് വേണ്ട എക്സസൈസുകൾ, കഴുത്ത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, മുന്നോട്ടും താഴോട്ടായിട്ടുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ മസിലിനും ഇതിനാണ് ലിഗമെൻറ്റിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം നട്ടിൽ നമുക്ക് അധികം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിട്ട് അതിന് എക്സസൈസ് സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിനായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. ഇത്രയാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്